പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ എല്ലാ ആഴ്ചകളിലും മുടക്കം കൂടാതെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു കുടുംബം അവരുടെ അനുഭവം ഈ ദിവസങ്ങളിൽ എന്നോട് വിളിച്ചു പറഞ്ഞെന്ന് ഓർമ്മിക്കുകയാണ്. എറണാകുളത്ത് നിന്നുള്ള കുടുംബം അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ വിവരിക്കുകയാണ്. അവർ പറഞ്ഞു, 3 വർഷമായി ഒരു വണ്ടി കയറി കാല് തകർന്ന് വിഷമിച്ച് കിടക്കയിൽ തന്നെ കിടന്നിരുന്ന ഒരു മകൻ അഭിഷേകാഗ്നി പ്രോഗ്രാം ഒരു കുടുംബം ഒന്നിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ കാലിൽ ആരോ തടവുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. പ്രോഗ്രാമിൻ്റെ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കിടക്കയിൽ കിടക്കുന്ന മകൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചത് അവർ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വിളിച്ച് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിലേക്ക് മാനസാന്തരങ്ങളും അനേകരുടെ ജീവിതത്തിലേക്ക് ആത്മീയ അഭിഷേകങ്ങളും അനേകരുടെ ജീവിതത്തിലേക്ക് ഉണർവും വിടുതലും സൗഖ്യവും രോഗശാന്തികളും
കർത്താവ് വർഷിക്കുന്നതായി നിരവധി വ്യക്തികളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ മനസ്സിലാവുകയാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, പുത്രൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഇപ്പോൾ എല്ലായിടത്തും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് നീറിയിരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്മാറ്റത്തിലേക്ക് പോകുന്നവർ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവവേലയെക്കുറിച്ച് അലസതയോടെ ചിന്തിച്ചിരിക്കുന്നവർ, പാപമാർഗത്തിൽ കൂസലില്ലാതെ നടക്കുന്നവർ, കഠിന ഹൃദയത്തോടെ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, വഞ്ചന നിരൂപിക്കുന്നവർ, കഠിന പാപത്തിൽ മുഴുകിയിരിക്കുന്നവർ, പാപത്തിൻ്റെ മട്ടുവരെ കുടിക്കുന്നവർ, ഓരോരുത്തരിലേക്കും ദൈവത്തിൻ്റെ ശക്തി അനർഗളമായി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിടുതലിൻ്റെ സ്വർഗത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന സമയമാകട്ടെ, വിടുതലിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയമാകട്ടെ, വിടുതലിൻ്റെ സ്പർശനങ്ങൾ ലഭിക്കുന്ന സമയമാകട്ടെ, കടുംകെട്ടുകൾ അഴിയുന്ന സമയമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തലമുറകൾ വിടുതൽ പ്രാപിക്കാൻ തക്കവിധം ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം ദൈവമക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളെക്കുറിച്ച് വിലയില്ല. ഈ ദൈവം ധ്യാനിക്കാൻ അവസരം തരുമ്പോൾ അതിനെക്കുറിച്ചൊരു വിലയില്ല. ദൈവം വചനം കേൾക്കാൻ അവസരം തരുമ്പോൾ അതിനെ വിലമതിക്കാൻ സാധിക്കുന്നില്ല. ദൈവം ദൈവിക ശുശ്രൂഷകൾക്ക് സമയം തരുമ്പോൾ അതിനെ വിലമതിക്കാൻ സാധിക്കുന്നില്ല. കുമ്പസാരിക്കാൻ ദൈവം അവസരം തരുമ്പോൾ അതിനെ വിലമതിക്കാൻ പറ്റുന്നില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് ദൈവം ആഗ്രഹം തരുമ്പോൾ അതിനെ വിലമതിക്കുന്നില്ല. ദൈവിക പ്രേരണകളും പരിശുദ്ധാത്മാവിൻ്റെ നല്ല തോന്നിപ്പുകളും പരിശുദ്ധാത്മാവിൻ്റെ സൽപ്രേരണകളും കിട്ടുമ്പോൾ അതിനെ നിഷ്കരുണം കെടുത്തി പാപവെറിക്കൂത്തുകളിലേക്ക് പായുന്ന ജനതതികളോട് കർത്താവ് ഈ നിമിഷങ്ങളിൽ സ്വർഗരാജ്യത്തിന്റെ ദൂത് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 25 മുതൽ 30 വരെയുള്ള തിരുലിഖിതങ്ങളാണ് ഇന്നത്തെ നമ്മുടെ അടിസ്ഥാന പ്രമേയം. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് മുട്ടുവാൻ ആരംഭിക്കും. എന്നാൽ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾ അകന്നു പോകുവിൻ. അപ്പോൾ അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലുറുമുകയും ചെയ്യും. തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ജനങ്ങൾ വന്ന് രാജ്യത്തിൽ വിരുന്നിനിരിക്കും. മുമ്പന്മാരാകുന്ന പിമ്പന്മാരും പിമ്പന്മാരാകുന്ന മുമ്പന്മാരും ഉണ്ടാകും. നിങ്ങളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, എന്താ കാരണം? ദൈവം അനുഗ്രഹിക്കാത്തതല്ല, ദൈവം സ്പർശിക്കാത്തത് കൊണ്ടല്ല, ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കാത്തത് കൊണ്ടല്ല. ദൈവം ആത്മാവിനെ നൽകി, ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി, ദൈവം വചനം നൽകി. എന്നാൽ ദൈവം തന്ന കൃപ, ദൈവം തന്ന അവസരം, ദൈവം തന്ന ആത്മാവിനെ നാം വിലമതിച്ചില്ല. ഹല്ലേലൂയ. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് മുട്ടും, എന്നാൽ നിങ്ങൾക്കായി തുറക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. അച്ഛൻ്റെ ജീവിതത്തെ പിടിച്ചു കുലിക്കൊരു സംഭവമാണത്. അച്ഛൻ അറിയുന്ന ഒരു പ്രദേശം, തൊട്ടടുത്തുള്ള ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു പ്രദേശം, അവിടെ പ്രമുഖനായ രാഷ്ട്രീയ പ്രവർത്തകനുണ്ടായിരുന്നു. ഒരുപാട് നന്മ ചെയ്യുന്നവൻ, നാട്ടുകാരുടെ കണ്ണിലുണ്ണി, ഏവർക്കും പ്രിയങ്കരൻ. അദ്ദേഹം ഞായറാഴ്ചയാവുമ്പോൾ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഭാര്യയോടും മക്കളോടൊന്നിച്ച് കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? അദ്ദേഹത്തിൻ്റെ ബോഷ്ക്ക് ചിന്തകൾ തന്നെ. അദ്ദേഹം ചിന്തിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ ഈ ഞായറാഴ്ച തോറും പള്ളിയിൽ പോയി 2-3 മണിക്കൂർ ചെലവഴിച്ച് എൻ്റെ വിലപ്പെട്ട സമയം എന്തിനു വേസ്റ്റ് ആക്കണം? ഈ സമയം കൂടെ നാട്ടുകാർക്ക് ഉപകാരം ചെയ്താൽ അതിൻ്റെ പുണ്യം സ്വർഗത്തിൽ കിട്ടും. ഒരു റോഡ് വെട്ടിക്കൊടുക്കുകയോ, ഒരു കിണർ കുഴിച്ചു കൊടുക്കുകയോ, ഒരു ടാങ്ക് ഉണ്ടാക്കി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയോ, ഒരു ആശുപത്രി ശുചീകരണം വെക്കുകയോ, അങ്ങനെ 4 ആൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ അതിൻ്റെ പുണ്യം ഉണ്ടാവും, ഇവിടെ ആളുകൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും. അല്ലാതെ ഞാനിങ്ങനെ ഞായറാഴ്ച തോറും പള്ളിയിൽ പോയി മണിക്കൂറുകൾ അവിടെ കുത്തിയിരുന്നിട്ട് എന്ത് പ്രയോജനം? ഈ പള്ളിയും കുർബാനയൊക്കെ എന്താ? ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ ഓരോ ചട്ടവട്ടങ്ങളല്ലേ? ഇതൊക്കെ ദൈവമല്ല ഉണ്ടാക്കിയതെങ്ങാനാണോ? ഈ മതമൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ? ബോഷ്ക്ക് ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം അന്ധകാരത്തിൽ പൂണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൃത്യം എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ വീട്ടിൽ വന്നിരുന്നതിന് എന്താ കാര്യം? ദിവസത്തിലെ പ്രധാനപ്പെട്ട സമയമാണ്. 4 ആളെ കാണാനും വേണ്ടപ്പെട്ട ആളുകളെ സംഘടിപ്പിക്കാനും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണത്. ഈ വിലപ്പെട്ട സമയമെല്ലാം പോയി വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ പ്രവർത്തിക്കും, ഈ സമയത്ത് ഞാൻ നാട്ടുകാരെ സേവിക്കും, ഈ സമയത്ത് ഞാൻ ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യും, അതിൻ്റെ പുണ്യം സ്വർഗത്തിൽ കിട്ടും. ഇവിടെ പോയി കുത്തിയിരുന്ന് കൊന്തയിലിരുന്ന കാര്യം? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വിലകെട്ട ചിന്തകൾ കൊണ്ട് അദ്ദേഹം ബന്ധിതനായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനത്തിൽ കൂടാൻ പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്തു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുടുംബാംഗങ്ങളോട് വെച്ച് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പരിശുദ്ധാത്മാവ് പലതവണ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നല്ല തോന്നിപ്പ് കൊടുത്തിരുന്നു. ഞാനും മറ്റ് വിശ്വാസികളോടൊപ്പം ഞായറാഴ്ച തോറും ദേവാലയത്തിൽ പോയി ദൈവാരാധനയിൽ പങ്കുചേരണം. പരിശുദ്ധാത്മാവ് സൽപ്രേരണകൾ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹം കെടുത്തിക്കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ ദൈവാത്മ പ്രേരണ ലഭിക്കാതെയായി. ഏതായാലും 40-46 വയസ്സ് പ്രായം. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഭാഗം തളർന്നു പോയി. ശരീരത്തിൻ്റെ വലത് ഭാഗം മുഴുവൻ തളർന്ന് അദ്ദേഹം കിടപ്പിലായി. ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു, ഇത് ഇവിടെ സുഖപ്പെടുത്താൻ സാധ്യമല്ല. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ ഹോസ്പിറ്റലുകളെല്ലാം കൊണ്ടുപോയി. അവസാനം എല്ലായിടത്തു നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് സ്വന്തം ഇടവകയിലെ ഹോസ്പിറ്റലിൽ വന്ന് അദ്ദേഹം ഒരു ഭാഗം തളർന്ന് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തിക്കും തിരക്കെല്ലാം മാറി. ഇന്ന് അദ്ദേഹം കിടക്കയിൽ അങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ധ്യാനം കൂടണം. ഇത്രയും ആരോഗ്യം ദൈവം തന്നതാണ്, ഇത്രയും നല്ല ബുദ്ധിശക്തി ദൈവം തന്നതാണ്, ഇത്രയും നല്ല കഴിവുകൾ ദൈവം തന്നതാണ്. ജനങ്ങളെ സംഘടിപ്പിക്കാൻ, ആളുകൾക്ക് നേതൃത്വം കൊടുക്കാൻ, നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ, ഓടി നടക്കാൻ, പ്രാർത്ഥിക്കാൻ, പ്രവർത്തിക്കാൻ, ഇതെല്ലാം ദൈവം തന്ന ദാനങ്ങളാണ്. എന്നാൽ ഈ കാലം മുഴുവനും ദൈവത്തോട് പുറംതിരിഞ്ഞ് നടന്ന്, അതുകൊണ്ട് ഇനി ചേട്ടൻ ഒട്ടും വൈകരുത്. ചേട്ടൻ 5 ദിവസം ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി താമസിച്ചുള്ള ധ്യാനം കൂടണം. ചേട്ടൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ധ്യാനം കൂടാം, പക്ഷേ ഈ രോഗം ഒന്ന് മാറണം. ഈ രോഗം മാറിയാൽ ഞാൻ ആദ്യം പോയി ഒരു ധ്യാനം കൂടും, പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് പോകുകയുള്ളൂ. അങ്ങനെ ആ ചേട്ടൻ തീരുമാനമെടുത്തു. ആ ചേട്ടൻ ആ കാര്യം ദൈവത്തോട് പറഞ്ഞു. എന്തായാലും പ്രാർത്ഥന ഗ്രൂപ്പുകാർ പ്രാർത്ഥിച്ചു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ചേട്ടൻ്റെ രോഗസ്ഥിതിയിൽ കാതലായി വ്യത്യാസങ്ങളുണ്ടായി. പെട്ടെന്ന് സൗഖ്യങ്ങളുണ്ടായി, റാപ്പിഡ് റിക്കവറി ഉണ്ടായി. അദ്ദേഹം 3-4 ആഴ്ചകൾ കൊണ്ട് എഴുന്നേറ്റ് നടക്കാനും പ്രവർത്തിക്കാനും തക്കവിധം സൗഖ്യം പ്രാപിച്ചു. അദ്ദേഹം എഴുന്നേറ്റു, അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങി, സൗഖ്യമുള്ളവനായി അദ്ദേഹം മാറി. അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാവോ? അദ്ദേഹം ധ്യാനത്തിന് പോയില്ല. അദ്ദേഹം 3-4 മാസം രോഗിയായി കിടന്നപ്പോൾ പെൻഡിങ്ങിലായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതെല്ലാം ഞാൻ ചെയ്തു തീർക്കട്ടെ എന്ന് പറഞ്ഞ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരുന്നു. കൃത്യം 1 മാസം അദ്ദേഹം വീണ്ടും രോഗിയായി. തളർവാദം പിടിച്ച് തളർന്ന ശരീരവുമായി ആശുപത്രി കിടക്കയിൽ ആർക്കും വേണ്ടാതെ കിടക്കുമ്പോൾ വീണ്ടും പ്രാർത്ഥന ഗ്രൂപ്പുകാർ വന്നു. അപ്പോൾ പ്രാർത്ഥന ഗ്രൂപ്പുകാരെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഓർമ്മ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനി രോഗം മാറിയില്ലെങ്കിലും ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ പോകാം, എനിക്ക് ധ്യാനം കൂടണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്കെൻ്റെ ദൈവത്തോടൊന്ന് മാപ്പ് പറയണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖാന്തരം ഈ പാലക്കാട് ജില്ലയിലുള്ള ഒരു ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം ബുക്ക് ചെയ്യിച്ചു. ഭാര്യ അദ്ദേഹത്തിന് വേണ്ടി ഡ്രസ്സുകളൊക്കെ അലക്കി തേച്ച് റെഡിയാക്കി. ശനിയാഴ്ച രാത്രി എല്ലാം ഒരുക്കി. ഞായറാഴ്ചയാണ് ധ്യാനം തുടങ്ങുന്നത്. എന്നാൽ ശനിയാഴ്ച നേരം വെളുത്തപ്പോൾ കണ്ട കാഴ്ച, അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരുപാട് കാലങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത്, ദൈവം ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത്, എന്നാൽ അന്നൊന്നും അദ്ദേഹം പോയില്ല. അവസാനം അദ്ദേഹം ഒന്ന് ആഗ്രഹിച്ചു, എനിക്കും ദൈവത്തോടൊന്ന് മാപ്പ് പറയണം, എനിക്കൊന്ന് കുമ്പസാരിക്കണം, എനിക്കൊരു നല്ല ധ്യാനം കൂടണം. അപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെ കഷ്ടപ്പെട്ട് ഇനി ധ്യാനം കൂടണ്ട, അങ്ങനെ കഷ്ടപ്പെട്ട് ഇനി വിഷമിക്കണ്ട, ഏതായാലും ഇതൊക്കെ വലിയ കഷ്ടപ്പാടാവും, വേണ്ട. ദൈവം അദ്ദേഹത്തിന് വേണ്ടി കൃപയുടെ വാതിൽ ചേർത്തടച്ചു. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം, ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനാണ് അവിടുന്ന്. ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനാണ് അവിടുന്ന്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവീൻ. അല്ലെങ്കിൽ
നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന് നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നും ഈ കൃപയുടെ അഭിഷേകം കർത്താവ് തന്നുകൊള്ളാൻ നിർബന്ധമില്ല. എന്നും കർത്താവും ധ്യാനത്തിന് വേണ്ടി മാടി മാടി വിളിച്ചുകൊള്ളാൻ നിർബന്ധമില്ല. എന്നും കർത്താവ് സുവിശേഷ വേലയുടെ അഭിഷേകം തന്നുകൊള്ളാൻ നിർബന്ധമില്ല. എന്നും കർത്താവ് കുമ്പസാരിക്കാനുള്ള കൃപ തന്നുകൊള്ളാൻ നിർബന്ധമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് തരുന്ന കൃപ, കർത്താവ് തരുന്ന അഭിഷേകം, കർത്താവ് തരുന്ന ആത്മാവ്, കർത്താവ് തരുന്ന അവസരങ്ങൾ, കർത്താവ് തരുന്ന മാനസാന്തരത്തിന്റെ മണിക്കൂറുകൾ, അതിനെ നിസ്സാരമായി കണക്കാക്കരുതേ. എന്നും അത് കിട്ടിക്കൊള്ളാൻ നിർബന്ധമില്ല. ആർക്കും തുറക്കാൻ പറ്റാത്ത പോലും അടയ്ക്കുന്ന കാലങ്ങളും സമയങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരും. കൃപയുടെ മണിക്കൂറുകൾ അവസാനിക്കുന്ന സമയം വരാം. നാം ഇതിനെ പുല്ലുപോലെ കണക്കാക്കരുത്. റോമാലേഖനം 11 അധ്യായം 22 വാക്യം, ദൈവത്തിന്റെ കാരുണ്യത്തോടൊപ്പം ദൈവത്തിന്റെ കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിച്ചേക്കാം. വീണവനോട് കാഠിന്യം, ദൈവത്തിന്റെ കൃപയെ നീ വിലമതിച്ചാൽ, ദൈവത്തിന്റെ കൃപയുടെ വഴിയെ നീ വിലമതിച്ചാൽ, ദൈവത്തിന്റെ നന്മയുടെ വഴികളെ നീ സ്നേഹിച്ചാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിച്ചേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടയ്ക്കുന്ന സമയമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നും ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിക്കരുത്. എന്നും ഇതുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. എന്നും ജീവിതം എങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഈ സാഹചര്യങ്ങൾക്കെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഈ അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം ഉണ്ടാവും. ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 41 മുതൽ 44 വരെ വാക്യങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ജെറൂസലം പട്ടണത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രം, ദൈവ അനുഗ്രഹം വർഷിച്ച, ദൈവത്തിൻ്റെ പ്രീതി നേടിയ സ്ഥലം, ദൈവത്തിൻ്റെ സ്വന്തം പട്ടണം ജെറൂസലം. ആ ജെറൂസലേമിനെ നോക്കിയിട്ട് പിടക്കോഴി ചിറകിന് കീഴെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് പോലെ യേശു ക്രിസ്തു ഒരുപാട് തവണ രക്ഷയുടെയും മാനസാന്തരത്തിൻ്റെയും വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ച് നടന്നില്ല. അവസാനം യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പ് യേശു ക്രിസ്തു ഒരിക്കൽ കൂടെ ജെറൂസലം പട്ടണത്തിലേക്ക് വന്നു. ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 41 മുതൽ 44 വരെ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അവൻ അടുത്തു വന്ന് പട്ടണത്തെ കണ്ടപ്പോൾ പട്ടണത്തെ ഓർത്ത് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നെങ്കിലും നീ സമാധാനത്തിലേക്കുള്ള മാർഗം അറിഞ്ഞിരുന്നെങ്കിൽ, ഇന്നെങ്കിലും നീ സമാധാനത്തിലേക്കുള്ള മാർഗം അറിഞ്ഞിരുന്നെങ്കിൽ. അവൻ അടുത്തു വന്ന് പട്ടണത്തെ ഓർത്ത് വിലപിച്ചുകൊണ്ട് പറഞ്ഞു. വിലപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദനിക്കുക എന്നുള്ളതല്ല, കരഞ്ഞു. യേശു ക്രിസ്തു കരഞ്ഞു. പട്ടണത്തെ കണ്ടപ്പോൾ, അതിന് വരാതിരിക്കുന്ന ദുരന്തത്തെ കണ്ടപ്പോൾ യേശു ക്രിസ്തു കരഞ്ഞു. യേശു ക്രിസ്തു ഹൃദയം നൊന്ത് കണ്ണുനീർ ഒഴുക്കി കരഞ്ഞുകൊണ്ട് പട്ടണത്തെ നോക്കി പറഞ്ഞു, ഇന്നെങ്കിലും സമാധാനത്തിലേക്കുള്ള മാർഗം നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ ഇപ്പോൾ അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ നിന്റെ സന്ദർശനത്തിൻ്റെ ദിനങ്ങൾ നീ അറിഞ്ഞിരുന്നില്ല. എന്തെന്നാൽ നിന്റെ സന്ദർശനത്തിന്റെ ദിനങ്ങൾ നീ അറിഞ്ഞിരുന്നില്ല. നിനക്ക് വേണ്ടിയുള്ള കൃപയുടെ വാതിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ട് കഴിഞ്ഞു. എന്തെന്നാൽ നിന്റെ സന്ദർശനത്തിന്റെ ദിനങ്ങൾ നീ അറിഞ്ഞിരുന്നില്ല. ബിക്കോസ് യു ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ ടൈം when God came to save you. Because you did not recognize the time when God came to save you. ദൈവം നിന്നെ സന്ദർശിച്ച സമയം, ദൈവം നിന്നെ സമീപിച്ച മണിക്കൂറുകൾ നീ അറിഞ്ഞില്ല. മകനെ, മകളെ, ഈ ജെറൂസലേം ആരാ? ഞാനും നിങ്ങളും തന്നെ. ഒരുപാട് തവണ എൻ്റെ ദൈവം, നമ്മുടെ ദൈവം നമ്മെ മാനസാന്തരത്തിലേക്ക് സൽപ്രേരണകൾ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ധ്യാനത്തിലേക്ക് സൽപ്രേരണകൾ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു.
സുവിശേഷ വേലയ്ക്ക് വേണ്ടി സൽപ്രേരണയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നു, ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി സൽപ്രേരണയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥനയിൽ അഭിഷേകം നൽകി പ്രാർത്ഥനയിലേക്ക് മാടി മാടി വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം പറഞ്ഞു, എനിക്ക് തിരക്കുണ്ട്, എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഞാൻ ഇന്നയാളാണ്, എനിക്ക് ഇന്ന ഡ്യൂട്ടി ഉണ്ട്. തിരക്കോട് തിരക്ക്. കർത്താവിൻ്റെ സൽപ്രേരണകളെ, ആത്മാവിൻ്റെ സൽ തോന്നിപ്പുകളെ നാം കെടുത്തി കളഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നാം നിർവീര്യമാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപയുടെ വാതിൽ അടയ്ക്കപ്പെട്ടാൽ അന്ന് നമ്മൾ ആഗ്രഹിക്കും, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം. അന്ന് നമ്മൾ ആഗ്രഹിക്കും, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അന്ന് നമ്മൾ ആഗ്രഹിക്കും, എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അന്ന് നമ്മൾ ആഗ്രഹിക്കും, എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കണം. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് സാധ്യതയില്ലാത്ത വിധം ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി വാതിലുകളെ ചേർത്തടയ്ക്കുന്ന സമയം വരും. ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനാണ് അവിടുന്ന്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടവരാകാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ദുരന്തത്തിൻ്റെ ആധിപത്യം വരാതിരിക്കാൻ അവിടുന്ന് ഒരിക്കൽ കൂടെ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഒന്നിനു പറയുക ഒന്നായി ഒരുപാട് തവണ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ദുഃഖിപ്പിച്ചു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി മാടി മാടി വിളിച്ചപ്പോൾ, കൃപ തന്ന് അഭിഷേകം ചെയ്തപ്പോൾ, അപ്പോഴെല്ലാം വീണ്ടും പാപം ചെയ്ത് അപ്പോഴെല്ലാം വീണ്ടും അതിനെ പുല്ലുവില കൽപ്പിച്ച് അവഗണിച്ച് അപ്പോഴെല്ലാം അതിനെ വില കൽപ്പിക്കാതെ അവഗണിച്ച് ഞാൻ എൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ ബോഷ്ക്ക് ചിന്തയിൽ മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ തോന്നിവാസ ചിന്തയിൽ മുന്നോട്ട് പോയി. ഇപ്പോഴും എൻ്റെ ഹൃദയം അങ്ങനെയാണ്. കർത്താവേ, തിരിച്ചു വരാൻ എന്നെ അനുഗ്രഹിക്കണം. അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന കാതുകളും എനിക്ക് നൽകണം. നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരാൻ ഈ നിമിഷം ആത്മാവിനെ നൽകി ഒരിക്കൽ കൂടെ എന്നെ അനുഗ്രഹിക്കണമേ. സാംസൺ പ്രാർത്ഥിച്ചതുപോലെ ഈ നിമിഷം ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരിക്കൽ കൂടെ എൻ്റെ മേൽ അങ്ങയുടെ അഭിഷേകത്തെ ചൊരിയണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. മകനെ, മകളെ, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തെ വിളിക്കുക. കർത്താവിൻ്റെ ഹൃദയം എളിമപ്പെടുത്തുക, മനസ്സിനെ എളിമപ്പെടുത്തുക. അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഉപേക്ഷിച്ച് എളിമപ്പെടുക. ഹൃദയം തുറക്കുക. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളുടെ മേലും ഉന്നതമായ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളുടെ മേലും ദൈവത്തെ തേടുവാനുള്ള ദാഹം കൊണ്ട് അവിടുന്ന് ഇപ്പോൾ അഭിഷേകം ചെയ്യട്ടെ. സ്വർഗത്തിൻ്റെ അഭിഷേകത്താൽ എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് ഇപ്പോൾ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ, ദൈവിക കാര്യങ്ങളുള്ള മല്ലടിപ്പ് മാറട്ടെ, ദൈവിക കാര്യങ്ങളുടെ എതിർപ്പ് മാറട്ടെ, ദൈവിക കാര്യങ്ങളുള്ള കൊമ്പ് കുറക്കുന്ന സ്വഭാവങ്ങൾ വിട്ടുമാറി പോകട്ടെ, ബോഷ്ക്ക് ചിന്തകൾ വിട്ടുമാറി പോകട്ടെ. കൃപയുടെ അഭിഷേകത്താൽ ജീവിതം ധന്യമാകത്തക്ക വിധം ഇപ്പോൾ സ്വർഗത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവീക നന്മകൾ, അവിടുന്ന് നമുക്ക് നൽകിയ സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ദൈവത്തിൻ്റെ കൃപയും അഭിഷേകം എല്ലാം മങ്ങിപ്പോയ സാഹചര്യത്തെ ഓർത്ത് മാപ്പ് ചോദിക്കാം. കർത്താവിൻ്റെ വഴികളിൽ കർത്താവ് കൈപിടിച്ച് നടത്തുമ്പോൾ അതിനെ വിലമതിക്കാതെ അസ്വസ്ഥതയും അവിശ്വാസ ചിന്തകളും ഹൃദയത്തിൽ താലോലിച്ചതിനെ ഓർത്ത് മാപ്പ് ചോദിക്കാം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളെ നവീകരിക്കും. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ കർത്താവ് അവരുടെ കൂടെ വസിക്കുന്നു. യേശയ്യ 57 അധ്യായം 15 വാക്യം. ഈ നിമിഷം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കൂടെ കർത്താവ് തൻ്റെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുന്നു. 2 കരങ്ങളും യേശുക്രിസ്തുവിലേക്ക് ഉയർത്താം. ഇപ്പോൾ എവിടെയാണോ അവിടെ ഇരുന്ന് കർത്താവിനെ വിളിക്കുക. കർത്താവിൻ്റെ ശക്തി സകല ലോകങ്ങളുടെ മേലും വ്യാപരിക്കുന്ന അത്ഭുത ശക്തിയാണ്. സകല ഹൃദയങ്ങളെയും അറിയുന്ന ശക്തിയാണ്. സകല ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത്ഭുതങ്ങളുടെ കർത്താവേ, ഇപ്പോൾ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് സൗഖ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ അവിടുത്തെ സ്പർശനങ്ങൾ ഇപ്പോൾ അത്ഭുതകരമായി സംഭവിക്കട്ടെ. കഠിനമായ ബന്ധനങ്ങളിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം രോഗപീഡയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരുടെ രോഗബന്ധനങ്ങളെ യേശുനാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ രോഗബന്ധനങ്ങൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിന പീഡകൾ ഒഴിവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിച്ച് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, നന്ദി. എൻ്റെ പേര് ജോയി. സ്ഥലം ഇപ്പോൾ താമസിക്കുന്നത് ചെമ്പേരിലാണ്. പാലായിൽ നിന്ന് വന്നതാണ്. ഞാൻ എൻ്റെ ഒരു 20 വയസ്സ് മുതൽ മദ്യപിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ രാവിലെ മുതൽ തുടങ്ങും, മടുക്കുമ്പോൾ നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഇത്തവണ ധ്യാനം കൂടിയപ്പോൾ കുറച്ചൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് യാതൊരു തോന്നലുമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതി. ഇപ്പോൾ 60 വയസ്സായി. 20 വയസ്സ് തുടങ്ങിയ 40 വർഷമായ മദ്യപാനം കർത്താവ് ഈ ധ്യാനത്തിൽ വെച്ച് അത്ഭുതകരമായി സുഖം. ഇപ്പം മദ്യപിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. മദ്യത്തോടൊരു ആസക്തിയോ ഒരു താല്പര്യമോ അതിനൊരു ആഗ്രഹമോ ഒരു ചോയോ വല്ലതും തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഒട്ടൊന്നുമില്ല. ഒന്നും തോന്നുന്നുണ്ട്. അത് കംപ്ലീറ്റ് കർത്താവ് കഴുകി കളഞ്ഞ് കൈയടിച്ച് സ്വയമാകത്തപ്പെടുന്നതാണ്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ.